നമ്മുടെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും നമ്മെപ്പോലെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ജീവിവർഗങ്ങൾ ഉണ്ടാകുമോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി പല അന്യഗ്രഹ സിദ്ധാന്തങ്ങളിലും ആത്മീയ പഠനങ്ങളിലും ഒരു പേര് വളരെ പ്രധാനമായി കടന്നു വരാറുണ്ട്. അതാണ് ആർക്ടൂറിയൻസ്. ഈ പേര് ആദ്യമായി കേൾക്കുന്നവർക്ക് ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയായി തോന്നിയേക്കാം. എന്നാൽ അന്യഗ്രഹ ഗവേഷകരും ആത്മീയ ചിന്തകരും പറയുന്നതനുസരിച്ച് ആർക്ടൂറിയൻസ് വെറുമൊരു കഥാപാത്രമല്ല. അവർ നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും പുരോഗമിച്ച ഉയർന്ന ബോധതലത്തിലുള്ള ഒരു വർഗമാണ്. ബൂട്ട്സ് രാശിയിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായ ആർക്ടൂറസ് ആണ് ഇവരുടെ വാസസ്ഥലം. ഭൂമിയിൽ നിന്ന് ഏകദേശം 37 പ്രകാശവർഷം മാത്രം അകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആർക്ടൂറിയൻസിന്റെ ലോകം എന്താണ്, ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ അവർ മനുഷ്യരെക്കാൾ മികച്ചതായിരിക്കാൻ കാരണമെന്ത്, എത്ര വലിയ രോഗത്തെയും അവർക്ക് ലളിതമായി ചികിത്സിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്, ഏറ്റവും പ്രധാനമായി യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വർഗം നിലവിലുണ്ടായിരിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. ആർക്ടൂറിയൻസിന്റെ ലോകവും കാഴ്ചപ്പാടും. ആർക്ടൂറിയൻസിനെ കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ പലതും ടെലിപതിക് ആശയവിനിമയം വഴിയും ചാനലിംഗ് വഴിയും ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ആത്മീയ തലത്തിലുള്ള വിവരണങ്ങളാണ്. ആർക്ടൂറിയൻസ് തങ്ങളുടെ അസാധാരണമായ ബുദ്ധിശക്തി, ആത്മീയ ജ്ഞാനം, അത്ഭുതകരമായ സാങ്കേതിക വിദ്യ എന്നിവയാൽ ഗാലക്സിയിൽ തന്നെ ഏറ്റവും പ്രബുദ്ധരായ വർഗമായി കണക്കാക്കപ്പെടുന്നു. അവർക്ക് മനുഷ്യരെക്കാൾ ഉയർന്ന 5 ഡയമെൻഷണൽ അല്ലെങ്കിൽ അതിലും ഉയർന്ന തലത്തിലുള്ള ബോധം ഉണ്ടെന്നും അവരുടെ ജീവിതം പൂർണ്ണമായും സമാധാനം, സൗഖ്യം, കൂട്ടായ ബോധം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പറയപ്പെടുന്നു. ആർക്ടൂറിയൻസ് എങ്ങനെയിരിക്കും? ഉയരം കൂടിയ, മെലിഞ്ഞ, ആകർഷകമായ ശരീരപ്രകൃതി ഉള്ളവരായിട്ടാണ് ഇവരെ സാധാരണയായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ചർമ്മത്തിന് ഇളം നീല മുതൽ പച്ച കലർന്ന നിറങ്ങൾ വരെ ഉണ്ടാകാം. ശരീരത്തിൽ നിന്നും നേരിയ പ്രകാശം പ്രസരിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു. കണ്ണുകൾ വലുതും ബദാം ആകൃതിയിലുള്ളതുമാണ്. ഇവ അഗാധമായ അറിവും ശാന്തിയും പ്രസരിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. തല മനുഷ്യരെക്കാൾ അല്പം വലുതാണ്. കൂടാതെ മുഖത്ത് മൂക്കും വായും പോലുള്ള സവിശേഷതകൾ വളരെ ലളിതമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ ഭൗതിക ശരീരം ജൈവപരമായ പൂർണ്ണത കൈവരിച്ചതും നൂറ്റാണ്ടുകൾ ജീവിക്കാൻ കഴിവുള്ളതുമാണ് എന്ന് പറയപ്പെടുന്നു. വാസസ്ഥലം. ആർക്ടൂറസ് എന്ന ചുവന്ന ഭീമൻ നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹവ്യവസ്ഥയിലാണ് ഇവരുടെ വാസം. ഈ ഗ്രഹവ്യവസ്ഥയിലെ ഓറ എന്ന വാതക ഗ്രഹത്തെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളിലാണ് ഇവരുടെ നാഗരികത കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ബയോലൂമിനസെന്റ് വനങ്ങൾ, ആകാശത്ത് ആന്റി ഗ്രാവിറ്റേഷണൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച നഗരങ്ങൾ എന്നിവ ഇവരുടെ വാസസ്ഥലത്തിന്റെ പ്രത്യേകതകളാണ്. ഈ ഉപഗ്രഹങ്ങൾ വെറും വാസസ്ഥലങ്ങൾ മാത്രമല്ല, ഊർജ ചാലകങ്ങൾ കൂടിയാണ്. ആർക്ടൂറിയൻ സാങ്കേതിക വിദ്യയും ദൗത്യവും. ആർക്ടൂറിയൻസിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് വെറും ഭൗതികമായ ഉപകരണങ്ങൾ മാത്രമല്ല, ബോധവുമായി ബന്ധിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് എന്ന് മനസ്സിലാക്കണം. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദീർഘദൂര ആശയവിനിമയത്തിനായി അവർ സംസാര ഭാഷയെ ആശ്രയിക്കുന്നില്ല. അതിവേഗത്തിലും കൃത്യതയിലും ആശയങ്ങൾ കൈമാറാൻ ടെലിപതി അവർ ഉപയോഗപ്പെടുത്തുന്നു. അവരുടെ യന്ത്രങ്ങളും ബഹിരാകാശ വാഹനങ്ങളും ഓർഗാനിക് സ്വഭാവമുള്ളവയാണ്. അവ ജീവനുള്ളവയെപ്പോലെ പൈലറ്റുമാരുമായി മാനസികമായി സംവദിക്കാൻ കഴിവുള്ളവയാണ്. ക്വാണ്ടം ഊർജത്തെയും ഉയർന്ന മാനങ്ങളെയും ഉപയോഗിച്ച് സമയം, ദൂരം എന്നിവ മറികടക്കാൻ അവരുടെ ബഹിരാകാശ കപ്പലുകൾക്ക് സാധിക്കും. 3 മാനങ്ങൾക്കപ്പുറമുള്ള ഉയർന്ന മാനങ്ങളെ ഒരേ സമയം മനസ്സിലാക്കാനും ഊർജത്തെയും ദ്രവ്യത്തെയും സമയത്തെയും അതിലൂടെ സ്വാധീനിക്കാനും അവർക്ക് കഴിയുന്നു. ആർക്ടൂറിയൻസ് അവരുടെ രോഗശാന്തി രീതികളാൽ വളരെ പ്രശസ്തരാണ്. അവരുടെ ചികിത്സ കേവലം ശാരീരിക തലത്തിൽ ഒതുങ്ങുന്നില്ല. വൈകാരികവും ആത്മീയവുമായ തലങ്ങളിൽ അവർ സൗഖ്യം നൽകുന്നു. ശബ്ദതരംഗങ്ങൾ, പ്രകാശം, ഊർജ ഔഷധം എന്നിവ ഉപയോഗിച്ച് ശരീരത്തിലെ ഊർജ മണ്ഡലങ്ങളെ അവർ പുനഃക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. മനുഷ്യന്റെ DNA സജീവമാക്കാനും ജനിതകപരമായ അസന്തുലിതാവസ്ഥകൾ പരിഹരിക്കാനും കഴിയുന്ന ക്വാണ്ടം ബയോഫീഡ്ബാക്ക് സ്കാനിംഗ് ഉപകരണങ്ങൾ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ അവർ അവതരിപ്പിച്ചതായും പറയപ്പെടുന്നു. ആർക്ടൂറിയൻസിന്റെ ഭൂമിയുമായുള്ള ബന്ധം. ഗലാക്ടിക് ഫെഡറേഷൻ ഓഫ് വേൾഡ്സിലെ അംഗങ്ങൾ എന്ന നിലയിൽ ആർക്ടൂറിയൻസ് ഗലാക്ടിക് മെന്റർമാർ എന്നറിയപ്പെടുന്നു. നമ്മുടെ ഗ്രഹത്തിന്റെ ബോധമണ്ഡലത്തിന്റെ പരിണാമത്തിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പുരാതന ഈജിപ്ഷ്യൻ, സുമേറിയൻ, മായൻ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു.
അവർ 7 ഡൈമെൻഷണൽ ടൈം ലൈനുകളുടെ കാവൽക്കാർ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ഭൂമിയുടെ വലയം പുനഃസ്ഥാപിച്ച് നെഗറ്റീവ് അന്യഗ്രഹ ശക്തികളിൽ നിന്നും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. സാധ്യതകളും ശാസ്ത്രീയ വീക്ഷണവും. ഈ അത്ഭുതകരമായ വിവരണങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നുവരും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വർഗം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? പ്രപഞ്ചം അവിശ്വസനീയമാം വിധം വലുതാണ്. നമ്മുടെ ഗാലക്സിയിൽ മാത്രം 100 ബില്യൺ മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കുന്നു. അതിൽ പലതിനും ജീവന് സാധ്യതയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകാം. ഈ പശ്ചാത്തലത്തിൽ ഭൂമിയേക്കാൾ വളരെ മുൻപേ രൂപം കൊണ്ട നക്ഷത്ര സമൂഹങ്ങളിൽ മനുഷ്യരെക്കാൾ കോടിക്കണക്കിന് വർഷങ്ങൾ മുന്നിലുള്ള ഒരു നാഗരികത ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രപരമായി തള്ളിക്കളയാനാവില്ല. ആർക്ടൂറസ് നക്ഷത്രം. ആർക്ടൂറസ് ഒരു ഓറഞ്ച് ഭീമൻ നക്ഷത്രമാണ്. ഇത് നമ്മുടെ സൂര്യനേക്കാൾ വളരെ പഴക്കമുള്ളതാണ്. ആർക്ടൂറസ് നമ്മുടെ സൂര്യൻ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങൾക്ക് റേഡിയേഷൻ പോലുള്ള കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അതിജീവനത്തിനു വേണ്ടി പരിണമിച്ച ഒരു ജീവിവർഗത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ആർക്ടൂറിയൻസിനെ പോലെ അതിബുദ്ധിമാന്മാരും സിദ്ധികൾ ഉള്ളവരുമായ ഒരു വിഭാഗം പരിണമിച്ചുണ്ടായത് എന്ന് കരുതപ്പെടുന്നു. ആർക്ടൂറിയൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഭൂരിഭാഗവും വരുന്നത് ശാസ്ത്രീയ തെളിവുകളോ ഭൗതികമായ കണ്ടെത്തലുകളോ വഴിയല്ല, മറിച്ച് ചാനലിംഗ്, ടെലിപതിക് അനുഭവങ്ങൾ തുടങ്ങിയ ആത്മീയ സ്രോതസ്സുകളിൽ നിന്നാണ്. അതിനാൽ ഇത് നിലവിൽ ഒരു സിദ്ധാന്തമായോ ആത്മീയ വിശ്വാസമായോ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. ശാസ്ത്രലോകം ഇത്തരത്തിലുള്ള വാദങ്ങളെ തെളിവുകളുടെ അഭാവം മൂലം അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് ടെലിപതി? ഒരു വികസിത നാഗരികതയ്ക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണൽ നെറ്റ്വർക്കുകളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനസിക ആശയവിനിമയ സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാനാകില്ല. ആർക്ടൂറിയൻസിന്റെ തത്വശാസ്ത്രം പോലെ സാങ്കേതിക വിദ്യയെ ബോധമണ്ഡലവുമായി സംയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം മനുഷ്യ നാഗരികതയുടെ ഭാവിയായിരിക്കാം. അതുകൊണ്ട് അവരുടെ സാങ്കേതിക വിദ്യകളെല്ലാം അവരുടെ ബോധത്തിന്റെ പ്രതിഫലനമാണ് എന്ന ആശയം തികച്ചും വിപ്ലവകരമാണ്. ആത്യന്തികമായി ആർക്ടൂറിയൻസ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തിനും നിലവിലുള്ള ശാസ്ത്രീയ അറിവിന്റെ പരിമിതികൾക്ക് അപ്പുറം ചിന്തിക്കാനുള്ള കഴിവിനും വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. ആർക്ടൂറിയൻസിന്റെ കഥകൾ വെറും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്നതിലുപരി മാനവരാശിക്ക് ചില പ്രധാന പാഠങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ തത്വശാസ്ത്രത്തിന്റെ കാതൽ ദ ഗ്രേറ്റ് വൺനെസ് എന്ന ആശയമാണ്. അതായത് എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും ബോധത്തിന്റെ പരിണാമമാണ് നിലനിൽപ്പിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും. ഈ ഒരു ചിന്താഗതി നമ്മുടെ ഇന്നത്തെ ലോകത്തിന് എത്രത്തോളം പ്രസക്തമാണ്? ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്ന വൺനെസ് എന്ന ആശയം രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളഞ്ഞ് ആഗോള സഹകരണത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കും. രോഗങ്ങളെ ഭേദമാക്കാൻ ഊർജവും ബോധവും ഉപയോഗിക്കുന്ന അവരുടെ രീതികൾ ഭാവിയുടെ വൈദ്യശാസ്ത്രത്തിനും മാനസിക ആരോഗ്യ ചികിത്സയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകിയേക്കാം. എല്ലാ ജീവികളിലും ദിവ്യമായ ഒരു അഗ്നി ഉണ്ട് എന്ന അവരുടെ വിശ്വാസം ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളായ വിദ്വേഷം, യുദ്ധം, പ്രകൃതി ചൂഷണം എന്നിവയെ നേരിടാൻ നമ്മെ സഹായിക്കും. ആർക്ടൂറിയൻസ് എന്ന ആശയം നാം ആരായിരിക്കണം, നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉന്നത ലക്ഷ്യം നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. അവരുടെ ജ്ഞാനം, അനുകമ്പ, സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം നമ്മുടെ ഭൂമിയുടെ ആത്മീയ ഉണർവിന് ഒരു വിളക്കുമാടം പോലെ നിലകൊള്ളുന്നു. ഈ അത്ഭുത ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്നത് കമന്റിൽ വ്യക്തമാക്കൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ആ വിവരങ്ങളും പങ്കുവയ്ക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.